ഡേയിലും കമൻറ്റ് ബോക്സ് എടുക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു കമൻറ്റാണ്, ചേച്ചി മൂൺ ലാമ്പ് എവിടെയെന്ന്. അതും വെറും ഒരു മൂൺ ലാമ്പല്ല, ബലൂൺ യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന മൂൺ ലാമ്പ്. കഴിഞ്ഞില്ലേ ഞാൻ. എത്ര റിസർച്ച് ചെയ്തിട്ടും ബലൂൺ യൂസ് ചെയ്യാത്തൊരു മൂൺ ലാമ്പ് എനിക്ക് കണ്ടുപിടിക്കാനേ പറ്റിയില്ല. അങ്ങനെ ആലോചിച്ച് എൻ്റെ വലിയ ബുദ്ധിയിൽ തോന്നിയ ഒരു ചെറിയ ഐഡിയ ആണ് ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നു, ഇത് സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു ലാമ്പായിരിക്കും കാണാൻ പോകുന്നത്. കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ളൊരു ബൗൾ എനിക്ക് കിട്ടിയില്ല, പക്ഷേ ഏകദേശം റൗണ്ട് പോലൊക്കെ ഇരിക്കുന്ന ഒരു ബൗളൊക്കെ ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, ബൗൾ പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. ഇനിയുള്ള സ്റ്റെപ്സൊക്കെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കുറച്ച് ഫെവിക്കോൾ എടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഓരോ ടിഷ്യൂ പേപ്പർ എടുക്കുക, ഈ ഒരു കവറിന് മുകളിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ടേബിൾ നല്ല മെസ്സി ആവുമേ, അപ്പോൾ ബി കെയർഫുൾ. അങ്ങനെ ഒരു 5 ലെയർ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സോ ഫാർ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. ഇനി ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാർസൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്റ്റാർസിൻ്റെ മുകളിലേക്ക് 2 ലെയർ ടിഷ്യൂ പേപ്പറും കൂടി ആഡ് ചെയ്തു. ഈ ഒരു ഫൈനൽ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് രാത്രിയിലാണ്. പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ അൺടൈ ചെയ്തെടുക്കാം. ഇതുവരെ വളരെ വളരെ കറക്റ്റായിരുന്നു കിട്ടുണ്ടി ചേട്ടാ. പക്ഷേ ഇവിടെ ഞാൻ പെട്ടുപോയി. എന്ത് ചെയ്തിട്ടും ഈ ബൗളൊന്നും റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. പക്ഷേ ഇതല്ല, ഇതിനപ്പുറവും കടന്നവനാണ് ഈ KK ജോസഫ്. അങ്ങനെ എങ്ങനെയോ ഒക്കെ പാടുമായിട്ട് നമ്മളിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലാസ്റ്റിക് കവർ റിമൂവ് ആക്കാൻ പറ്റുമോ എന്നാണ് ഡൗട്ട്. പക്ഷെ കുഴപ്പമില്ല, പ്ലാസ്റ്റിക് കവർ നല്ല ഈസി ആയിട്ട് റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡൊന്നും അധികം കട്ട് ചെയ്ത് കളയാനില്ല, കാരണം റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടണമല്ലോ. കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് കുട്ടപ്പനൊക്കെ എടുത്താലോ. ഫെയറി ലൈറ്റ് കൂടി കൊടുത്തപ്പോൾ സംഭവം ഉഷാറായിട്ടോ. ഇനി രാത്രി വരെ വെയിറ്റ് ചെയ്താൽ രാത്രിയിൽ ഇത് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാം. അപ്പോഴേ ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ. എങ്ങനെയുണ്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം ഫ്ലോപ്പായി പോകുമെന്ന് വിചാരിച്ച് ചെയ്ത സംഭവമാണ്. നിങ്ങളിതെങ്ങനെ റേറ്റ് ചെയ്യും? പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകിച്ച് പറയണ്ടല്ലോ.